ഇന്നത്തെ ജസ്റ്റ് ഫ്യൂ മിനിറ്റ്സ് എന്നുള്ള സെഗ്മെൻറ്റിൽ ഇളയരാജ സാറിൻ്റെ മറ്റ് ചില വിശേഷങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. പണ്ണയപുരം എന്ന പശ്ചിമഘട്ട മലനിരകളുടെ അടിവാരത്തിലുള്ള പ്രകൃതി ഭംഗി കൊണ്ട് മനോഹരമായ ഒരു ഗ്രാമത്തിലാണ് ഇളയരാജ സാർ വളർന്നത്. അവിടുത്തെ ഓരോ കല്ലിലും ചെറുപ്പത്തിലുള്ള ഇളയരാജ സാറിൻ്റെ മണമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ഇളയരാജ സാറിൻ്റെ ജാതകത്തിൽ പറഞ്ഞിരുന്നത് അദ്ദേഹം 8ാം ക്ലാസ് വരെ മാത്രമേ പഠിക്കുകയുള്ളൂ എന്നാണ്. എന്നാൽ അദ്ദേഹം അതൊരു വാശിയായിട്ടെടുത്ത് 9ാം ക്ലാസ്സിൽ പഠിക്കാൻ ചേർന്നു. ചേട്ടൻ വരദരാജൻ കമ്മ്യൂണിസ്റ്റുകാരനും ഗായകനുമായിരുന്നു. ഒരിക്കൽ ഒരു ഉത്സവത്തിന് അദ്ദേഹത്തിന് സുഖമില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞില്ല. പകരം പോയതാകട്ടെ അനിയൻ രാജയും. നാട്ടുകാർ അതോടെ അവൻ്റെ പാട്ട് ഏറ്റെടുത്തു. അങ്ങനെ അവൻ പിന്നീട് ചേട്ടൻ്റെ പരിപാടികളുമായി അങ്ങനെ ചേർന്ന് നിന്നു. അങ്ങനെ ജ്യോതിഷ പ്രവചനം സത്യമായി. പിന്നീട് അമരൻ, അതായത് ഗംഗൈ അമരൻ സാർ, ഭാസ്കർ എന്നിവരും ചേർന്ന് 10 വർഷത്തോളം തമിഴ്നാട്ടിൽ ഇവർ പോകാത്ത ഗ്രാമങ്ങളില്ല ഹാർമോണിയവുമായിട്ട് അദ്ദേഹം പറയുന്നു. ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് സംഗീതം എന്നത് അത് പാശ്ചാത്യമായാലും പൗരസ്ത്യമായാലും ഒന്നാണ്. കാരണം സംഗീതത്തിൻ്റെ ഭാഷ ഒന്നാണ്. പാശ്ചാത്യ സംഗീതം വ്യക്തമായിട്ട് എഴുതി വെച്ച നൊട്ടേഷൻ നോക്കി പുരോഗമിക്കുമ്പോൾ കർണാടക സംഗീതത്തിൽ മനോധർമ്മം അധിഷ്ഠിതമാണത്. അതായത് അത് തനിയെ സംഭവിക്കുന്നു, ഒരു ഈശ്വരാനുഗ്രഹം പോലെ.